ജനഗണമനയും വന്ദേ മാതരവും ദേശീയ പതാകയും ദേശസ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ്. ജനഗണമന രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ദേശഭക്തി ഗാനമാണ്. അതിനെ ദേശീയ ഗാനമായി 1950 അംഗീകരിച്ചത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടേതാണ് വന്ദേ മാതരം. അതിനെ ദേശീയ ഗീതമായിട്ടാണ് അംഗീകരിച്ചിട്ടുള്ളത്. വന്ദേ മാതരത്തിന് 6 ചരണങ്ങളുണ്ട്. അതിൽ 2 ചരണങ്ങളാണ് സാധാരണ നിലയിൽ ആലപിച്ച് പോന്നിരുന്നത്. അടുത്ത കാലത്ത് വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കണമെന്നുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സർക്കുലർ വരികയുണ്ടായി. അതേ ചൊല്ലി ചർച്ചകളും വിവാദങ്ങളും ഉണ്ടായി. കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രിമാരും അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നു. അതായത് പരമ്പരാഗതമായി ചൊല്ലിപ്പോരുന്ന 2 ചരണങ്ങൾ മാത്രമേ ഔദ്യോഗിക ചടങ്ങുകളിൽ ഉപയോഗിക്കേണ്ടതുള്ളൂ എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. എന്നാൽ ഹിമാചൽ പ്രദേശിലും കർണാടകയിലും ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പൂർണ്ണമായും വന്ദേ മാതരം ആലപിച്ചതായി റിപ്പോർട്ട് കണ്ടു. കേരളത്തിൽ പക്ഷേ വന്ദേ മാതരം ഒഴിവാക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ആദ്യത്തെ 2 ചരണമാകാം, ബാക്കിയുള്ളത് പാടില്ല എന്ന് പറയുന്നത്? ആദ്യത്തെ 2 ചരണം ദേശഭക്തി നമ്മിൽ ജ്വലിപ്പിക്കുന്നതിന് സഹായകമാണ്. ബാക്കിയുള്ള ചരണങ്ങളിൽ ഒരു പ്രത്യേക മതത്തിൻ്റെ വിശ്വാസങ്ങളും ദൈവത്തെക്കുറിച്ചുള്ള സൂചനകളുമാണുള്ളത്. അതിൽ തന്നെ തെറ്റായൊരു കാര്യമാണെന്ന് പറയാനാവില്ല. എങ്കിലും മതേതരത്വത്തിന് എതിരാണ്. എല്ലാ മതങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു മതത്തിന് പ്രത്യേകമായ സ്ഥാനം നൽകി ഔദ്യോഗികമായി അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് സ്വീകാര്യമല്ല എന്ന ചിന്തയിലാണ് പ്രതിപക്ഷ കക്ഷികൾ ആദ്യത്തെ 2 ചരണം മതി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. അതായത് ഒരു ഗീതത്തിൻ്റെ പേരിൽ രാജ്യത്ത് വിഭജനത്തിൻ്റെ സ്വരമുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലെ തത്വം. പക്ഷേ ഇതേ ചൊല്ലി വലിയ വിവാദങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് അനുഭവം.